നമസ്കാരം. പാരസെറ്റമോൾ എന്ന വാക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ചെറിയൊരു ജലദോഷമോ പനിയോ തലവേദനയോ എന്ത് വന്നാലും നമ്മളെല്ലാവരും തന്നെ കഴിക്കാറുള്ളത് പാരസെറ്റമോൾ ഗുളികകളാണ്. പലപ്പോഴും ഇത് ഡോക്ടർമാരുമായി കൺസൾട്ട് ചെയ്യാതെ സ്വയം തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്നതാണ് പതിവ്. പലപ്പോഴും നമുക്ക് രോഗശാന്തി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു പ്രവണതയാണ് കൂടുതലായി കാണുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്ഥിരമായി പാരസെറ്റമോൾ ഗുളികകൾ കഴിക്കുന്നത് അല്ലെങ്കിൽ പാരസെറ്റമോൾ മരുന്നുകൾ കഴിക്കുന്നത് നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കും എന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണം നടത്തുന്നവർ പറയുന്നത്. ഇതിന് ഉദാഹരണമായി അവർ ബ്രിട്ടനിലെ കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്രിട്ടനിൽ അവിടുത്തെ യുവജനങ്ങളുടെ പ്രത്യുൽപാദന ശേഷി വർഷങ്ങൾ ചെല്ലുന്തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾ വെളിവാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇവരിൽ പലരും നേരിയ അസുഖത്തിന് പോലും പാരസെറ്റമോൾ കഴിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയതായും ഗവേഷകർ പറയുന്നു. ഇതൊരു പക്ഷേ നമ്മുടെ മാനവശേഷിയുടെ നിലനിൽപ്പിനെ തന്നെ ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള വലിയൊരു പ്രതിസന്ധിയായി ഈ പാരസെറ്റമോളിൻ്റെ അമിതമായ ഉപയോഗം മാറുന്നു എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ കുട്ടികളില്ലാത്തവർ അതിനുവേണ്ടി നടത്തുന്ന വന്ധ്യത ചികിത്സകളൊക്കെ തന്നെ വലിയ തുക ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ലക്ഷങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ IVF ക്ലിനിക്കുകൾ ആളുകളിൽ നിന്ന് ഈടാക്കുന്നത്. പലരും ഒരു കുഞ്ഞ് വേണം എന്ന ആ ആഗ്രഹത്തിൻ്റെ പേരിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവർ പറയുന്ന പ്രതിഫലം കൊടുക്കാനും പോലും തയ്യാറാകുന്ന ഒരവസ്ഥ വിദേശത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിലും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്പലാഭം നോക്കി ഇത്തരത്തിൽ ഈ ചെറിയൊരു ജലദോഷമോ പനിയോ ഒക്കെ വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നത് ഒഴിവാക്കിയാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് സാമ്പത്തികമായി ഉയരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മാത്രമല്ല, ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ദോഷകരമായി മാറും എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ ഗവേഷണ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വന്ധ്യത ഒരു 60% ഉയർന്നിരിക്കുന്നു എന്നാണ്. അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ പാരസെറ്റമോൾ മരുന്നുകൾ തന്നെയാണ് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2000 മുമ്പ് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ശരാശരി ബീജങ്ങളുടെ എണ്ണം ഓരോ വർഷവും മനുഷ്യരിൽ 1% വെച്ച് കുറയുന്നുണ്ടെന്നാണ്. പിന്നീട് ഈ കുറവ് ഇരട്ടിയായി മാറി. UK പുതിയ പ്രത്യുൽപാദന സൂചിക പ്രകാരം ഇന്നത്തെ യുവതലമുറയ്ക്ക് പഴയ തലമുറയിൽപ്പെട്ടവരെക്കാൾ പ്രത്യുൽപാദന പ്രശ്നങ്ങൾ 3 ഇരട്ടി കൂടുതലായി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ജനന നിരക്കിലും ഇത് സംബന്ധിച്ച് വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. 2045 ആകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ യുവതലമുറയുടെ പ്രത്യുൽപാദന ശേഷി വളരെ താഴേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇതിലൂടെ ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സ്ത്രീകളെക്കാളേറെ പുരുഷന്മാരിലാണ് ഈ പാരസെറ്റമോൾ മരുന്നുകൾ പ്രത്യുൽപാദന ശേഷിയെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എൻഡോക്രൈൻ ഡിസപ്റ്ററുകൾ എന്നാണ് ഈ മരുന്നുകളെ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് നമ്മുടെ ഹോർമോണുകളുടെ വളർച്ചയെ ഒരുപക്ഷെ മാറ്റിമറിക്കാനും തകിടം മറിക്കാനും ഒക്കെയുള്ള കഴിവ് ഉണ്ട് എന്നും ഇത് ആത്യന്തികമായി നമ്മുടെ പ്രത്യുൽപാദന ശേഷി തന്നെ ബാധിക്കും എന്നുമാണ് ഇപ്പോൾ ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നത്. ഏതായാലും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പാരസെറ്റമോൾ മരുന്നുകളെ ആശ്രയിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, ഇത് നിങ്ങൾ ഭാവി തലമുറയോട് ചെയ്യുന്ന ഒരു അബദ്ധമായിരിക്കും എന്നാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ലോകത്ത് തന്നെയുള്ള വലിയൊരു ശതമാനം ചെറുപ്പക്കാരും അവരുടെ പ്രത്യുൽപാദന ശേഷി വളരെ കുറഞ്ഞ രീതിയിലേക്ക് മാറാനും അതുവഴി പിന്നീട് അവർക്ക് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ തന്നെ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും എന്നാണ്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ച് നമ്മൾ ആരെങ്കിലും അസുഖം വന്നാൽ പാരസെറ്റമോൾ കഴിക്കരുത് എന്നല്ല അവർ പറയുന്നത്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യത്തിനുള്ള അളവിൽ മാത്രം കഴിക്കുക. പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അവരോട് ചോദിച്ചിട്ട് എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ ജലദോഷമുണ്ട് എന്ന് പറഞ്ഞ് അവർ പറയുന്ന അളവിലുള്ള ഈ ഗുളികകൾ കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുക. താൽക്കാലിക നേട്ടത്തിനായിട്ട് നമ്മൾ ഭാവി തലമുറയെ തന്നെ ബലികഴിക്കുന്നതാകും ഫലത്തിൽ സംഭവിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.